കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 നാൾ മാത്രമാണ്. ഏറ്റവും കുറഞ്ഞ പ്രചാരണ കാലയളവായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് എന്ന് നമുക്കറിയാം. പ്രചാരണം ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. LDFും UDFും നാളെ പ്രകടന പത്രിക പുറത്തിറക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്നലെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നത്. അതിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എയിംസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് റീചാർജിങ് കാർഡുകളുണ്ട്, മരുന്നും മറ്റും വാങ്ങാനായി. അതിനപ്പുറത്തുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണം. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? ഇനി 8 നാൾ മാത്രമാണ് ബാക്കി കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ. അതിൻ്റെ ആവേശത്തിലേക്ക്, വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരാഴ്ച എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളെ സംബന്ധിച്ചും നിർണായകമായ ആഴ്ചയാണ്. ദേശീയ നേതാക്കളടക്കം ഓരോ മുന്നണികൾക്ക് വേണ്ടിയും പ്രചാരണത്തിന് എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് UDFിന് വേണ്ടി തിരുവനന്തപുരത്ത് നേമത്തും അതോടൊപ്പം അരുവിക്കരയിലും അടക്കം രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം. റോഡ് ഷോയായി അദ്ദേഹം പുത്തൻപള്ളിയിൽ നിന്ന് മുട്ടത്തറ വരെ രാവിലെ 8:30 എത്തും. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് നേടിക്കൊണ്ട് വൈകുന്നേരം 5 മണിക്ക് നെടുമങ്ങാട് എത്തുന്നത്. ഇങ്ങനെ ദേശീയ നേതാക്കൾ കളം നിറയുകയാണ്. 4-ാം തീയതി വീണ്ടും പ്രധാനമന്ത്രി എത്തുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് പലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമായി തന്നെ പങ്കാളികളാകുന്നുമുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കം വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കൊട്ടിക്കയറുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. കഴിഞ്ഞ ദിവസം NDAയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നു. ഇനി ശേഷിക്കുന്നത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം UDFിൻ്റെയും LDFിൻ്റെയും പ്രകടന പത്രികകളാണ്. ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികകളാകും ഇരു മുന്നണികളും പുറത്തിറക്കുകയെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് 5 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് പുതുയുഗ യാത്രയുടെ സമാപന വേളയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖലയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം ഈ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട പദ്ധതികളായി ഇടം പിടിക്കുമെന്ന് അദ്ദേഹം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയടക്കമുള്ള കാര്യങ്ങൾ, അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ ക്ഷേമ പദ്ധതികളായിരിക്കും? UDF അധികാരത്തിലെത്തിയാൽ ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ. അതായത് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്ന് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ വെട്ടുന്ന ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്നാണ് അറിയാനുള്ളത്. ഇനി കാത്തിരിക്കാം ഒരു ദിവസം കൂടി. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളുമായാണ് മുന്നണികൾ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അവസാനവട്ട ശ്രമം നടത്തുന്നതെന്നറിയാൻ വലിയ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തലസ്ഥാനത്തടക്കം എല്ലാ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും നടക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.